എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ വർഷഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. സ്റ്റാർ കാർഡ്, 7 of Cups, 9 of Cups, 10 of Pentacles, 2 of Wands, Knight of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അല്ലെങ്കിൽ വർഷം തുടങ്ങുന്നത് ആദ്യ മാസം തന്നെ വളരെയധികം ദൈവാനുഗ്രഹം ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. പൊതുവിൽ അടുത്തിടയ്ക്കായിട്ടും നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ജീവിതത്തിലൊന്നും നേടാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു തീരെ ദൈവാനുഗ്രഹം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഇല്ലാത്തൊരു ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു ഐശ്വര്യം ഇല്ലാത്ത നാളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഇല്ല, അല്ലെങ്കിൽ ജീവിതം ഒരിക്കലും മുന്നോട്ടേക്ക് പോകില്ല, ഇങ്ങനെയൊക്കെ ചിന്തകളിൽ നിന്ന് മാറി ദൈവാനുഗ്രഹമുള്ള ഐശ്വര്യമുള്ള ലക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നലിലേക്കുള്ളൊരു മാറ്റത്തിലേക്കുള്ള ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നൊരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അതായത് ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ സന്തോഷിക്കുമ്പോൾ ആളുകൾ സന്തോഷിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയമാണ്. ഇനി ഇത് നിലനിൽക്കുമോ, അല്ലെങ്കിൽ ഇത് സത്യമാണോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചുണ്ടോടടുപ്പിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചുണ്ടോടടുക്കുമ്പോൾ തട്ടി താഴെ വീഴുന്നു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ഭയമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ടെൻഷൻ ഉള്ളിലുണ്ടാവാം. അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. നാമം ജപിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ ഓരോരുത്തരും മതപരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിലോ അഭയം തേടുന്നത് ആ ഒരു എന്താ പറയുക, നെഗറ്റിവിറ്റി മനസ്സൊന്ന് മാറ്റാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഹിന്ദുസ് ആണെങ്കിൽ നരസിംഹ മന്ത്രം ജപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ജപങ്ങളുണ്ടെങ്കിൽ അത് ജപിക്കാം, ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിലും. പള്ളികളിൽ പോകുന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോർജ് പള്ളിയിൽ പോവാം. ആ ഒരു നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ദൈവാനുഗ്രഹം നല്ലതുപോലെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അർഹിക്കുന്ന വിജയം നേടിത്തരുന്ന വർഷമാണ്. നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഇവിടെ 7 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 7 of Cups എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്ന ഒത്തിരി അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും. അപ്പോൾ അവസരങ്ങളെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പല അവസരങ്ങളുണ്ടാവാം. വിദേശത്ത് പോയിട്ട് പഠിക്കാനോ, നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാനോ, സ്കോളർഷിപ്പ്, മത്സര പരീക്ഷകൾ, വിജയസാധ്യത, ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ ഓൾറെഡി ഒരു ജോലി ഉള്ള ഒരാളാണ്, സ്ഥിര വരുമാനമുള്ള ജോലി അല്ല എങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലി, അല്ലെങ്കിൽ സർക്കാർ ജോലി ഇല്ലാത്ത ഒരാൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം, PSC ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ എഴുതിയത് അതിനൊക്കെ വിജയ സാധ്യതകൾ കൂടുതലാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുന്ന അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കി കാണുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ചിട്ട് അത് തിരഞ്ഞെടുക്കുക. അല്ലാതെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് അത് നെഗറ്റീവായിട്ട് ഫീൽ ആക്കാതിരിക്കുക. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ പുതിയ ജോലി സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജോലി കുറച്ചധികം നാളായി പ്രൊമോഷനും കാര്യങ്ങളോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ മെച്ചമൊന്നുമില്ല, ജോലി കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ ജോലിയിൽ നിന്ന് പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഇല്ല, അതിൽ വളർച്ചയില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. അതിന് പറ്റിയൊരു സമയമാണ് നിങ്ങൾക്ക് പുതിയ ജോലി സാധ്യത. കൂടുതലും ഇപ്പോൾ ഉള്ളൊരു ജോലിയിൽ നിന്നിട്ട് മുകളിലേക്ക് പോകുന്നതിനേക്കാൾ പുതിയൊരു സ്ഥലത്തേക്ക് പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് പോകുന്നതിനാണ് ചാൻസസ് കൂടുതലായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് ഈ ഒരു വർഷക്കാലം. അപ്പോൾ അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കൂടുതലായിട്ടും.
പിന്നെ 9 of Cups എനർജി കണക്ഷൻസ് ആണ്. ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹസബലീകരണമാണ്. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ ഈ വർഷം ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അല്ലാതെ അങ്ങനെയൊക്കെ പോകുന്നു, തരക്കേടില്ല എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നെഗറ്റീവ് എനർജി ആണ്. നിങ്ങൾ എന്താണോ പറയുന്നത് നമ്മൾ പറയില്ല, അറമ്പറ്റോ എന്ന് പറയുന്ന പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പറയാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ശ്രമിക്കുക. ഓക്കെ. കാരണം പലപ്പോഴും നമ്മൾ നാവിൽ ഗുളികൻ ഉണ്ടെന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത്, പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയാം, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയുക, കേൾക്കുക ഒക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ ഈ ഒരു സമയം, ഈ ഒരു വർഷം വിവാഹം കാര്യങ്ങളൊക്കെ മുടങ്ങി നിന്നവർ വിവാഹ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിച്ച പോലെ വിവാഹം കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു. പ്രണയമാണ്, പക്ഷേ ഒത്തിരി നാളായിട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും രക്ഷയില്ലാതിരിക്കുന്നവർ ഫൈനലി ഒരു വർഷം വീട്ടുകാർ വിവാഹത്തിന് സമ്മതം മൂളുന്നൊരു സമയമാകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് പ്രഗ്നൻ്റ് ആവാത്തവർ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും അതിന് ഫലം കാണണമല്ലോ. അതിന് ഫലം കാണുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഓൾറെഡി ഈ പ്രഗ്നൻസിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ തിങ്കിങ്ങിലേക്ക് പോവാതിരിക്കുക. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സുഖപ്രസവം അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത നല്ലൊരു പ്രസവ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് അതിലേക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഫാമിലി ലൈഫ് പൊതുവെ സന്തുഷ്ടമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ദൂരെയൊക്കെ മാറി നിൽക്കുന്ന ഫാമിലി, അതായത് അടുത്ത് താമസിക്കാത്തവർ, അകലത്ത് നിൽക്കുന്നവർ ഒരുമിച്ച് കൂടിച്ചേരാനോ ഒരുമിച്ച് വീണ്ടും അടുത്തേക്ക്, ഇപ്പോൾ സഹോദരങ്ങളോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ നിങ്ങൾ അവരുടെ വീടിനടുത്തേക്ക് ഉള്ള സ്ഥലത്തേക്ക് വീട് മാറുകയോ അവിടെ സ്ഥലം വാങ്ങിക്കുക, വീട് വയ്ക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവമാകുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഫാമിലിയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ സന്തോഷം നിലനിർത്തുന്ന ഒരു സാഹചര്യവും ഒക്കെ ഈ ഒരു വർഷക്കാലം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം അതിലൊരു ഊഷ്മളത ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 10 of Cups എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു തരത്തിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീട് പണിയുന്നതായിരിക്കാം. ഓൾറെഡി വീടുള്ളവരാണെങ്കിലും ഒരു സെക്കൻഡ് ഹൗസിന് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിച്ച ഒരു കാര്യമോ വിചാരിക്കുന്ന കാര്യമോ ഒന്നും ആയിരിക്കില്ല ഇത്. പക്ഷേ ഇതിനുള്ളൊരു അവസരങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഒരു സെക്കൻഡ് ഹോം വാങ്ങിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്, ഒരു വെക്കേഷൻ ഹോമോ അതുപോലത്തെ സിറ്റുവേഷൻ. 2 of Wands എനർജിയാണ്. അപ്പോൾ പലതും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാതെയുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളത്. പല പുതിയ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു സാധ്യത, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും കാത്തിരുന്ന സൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത് ആ സിറ്റുവേഷനിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്താലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറ്റം, ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. 9 of Cups എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട്. സൗഹാർദ്ദമായിരിക്കാം, ചിലപ്പോൾ പ്രണയം, ഏത് രീതിയിലുള്ള ഒരു സിറ്റുവേഷനും ആകാം ഇത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു ഇന്നർ നോയിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവീ ചൈതന്യം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിവ് നേടുന്നു എന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ
ഒരു ഫ്രണ്ട്ഷിപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം തരുന്ന ഒരു ഹാപ്പി ന്യൂസ് ഈ ഒരു വർഷം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.